ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കിന്ന് ഒരു 2 ടയർ കേക്കിന് പകരം നോർമലി 2 കേക്കായിട്ടുള്ള കേക്ക് ഡിസൈൻസ് കാണാം അല്ലേ. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് 1 kg അളവിൽ 2 6 ഇഞ്ചിൻ്റെ ടിന്നിലും പിന്നെ അതേപോലെ തന്നെ 1 kg അളവിലായിട്ട് 2 7 ഇഞ്ചിൻ്റെ അളവിലുമാണ് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. രണ്ടും ഒരേ കസ്റ്റമർക്ക് തന്നെയാണ്. രണ്ടും 2 ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ രണ്ടും വെറൈറ്റി കാണിച്ചു തരാം കേട്ടോ. അപ്പം ഈ ഒരു ഡിസൈൻസ് നമുക്ക് സിമ്പിളായിട്ടും പല വെറൈറ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ചോക്ലേറ്റ് ട്രഫിളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ട്രഫിളിന് വേണ്ടിയിട്ട് ഹെവി ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ ട്രഫിള്. ഇതല്ലാതെ വേറൊരു ട്രഫിളുണ്ട്, ഡ്രൈ ആയിട്ടുള്ള ഗനാഷ് തിക്കായിട്ട് യൂസ് ചെയ്യുന്ന ട്രഫിളുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ ചോക്ലേറ്റ് കേക്ക് 7 ഇഞ്ചിൽ 2 ടിന്നിലായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ട് 2 ലെയറാക്കി ടോട്ടലി 4 ലെയറായിട്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം 1 kgനേക്കാളും എക്സ്ട്രാ വെയിറ്റ് കൂടും. അതെന്താ വെയിറ്റ് കൂടുന്നേ എന്നുള്ളൊരു ചോദ്യം വരണ്ട. കാരണം നമ്മൾ 3 ലെയേഴ്സിൽ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം 1 kgയിൽ കൂടാറുണ്ട്. അപ്പോൾ ഇത് 4 ലെയേഴ്സ് ആകുമ്പോൾ 3 ലെയേഴ്സിൽ ഫില്ലിങ്സ് വന്ന് അതുപോലെ തന്നെ ക്രീംസും കാര്യങ്ങളൊക്കെ വരുമ്പം അപ്പോൾ ഒരു ലെയർ കൂടുമ്പം തന്നെ 100-200 ഗ്രാമിന് അടുപ്പിച്ചിട്ട് എന്തായാലും കൂടും. അപ്പോൾ എന്തായാലും ഇത് 1.5 അടുപ്പിച്ചിട്ടുള്ള ആ ഒരു വെയിറ്റിലാണ് ഈ ഒരു കേക്ക് വരുന്നത്. അപ്പോൾ രണ്ടും കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് സെയിം. ആദ്യം 2 ടയറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ 2 ടയർ വേണ്ട, ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് 1 kg ആ ഒരു മെത്തേഡിൽ ഡിസൈൻ അടക്കം സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈനിനെ 2 ഭാഗങ്ങളാക്കി 2 കേക്ക് ആക്കിയിട്ട് മാറ്റിയിട്ടാട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്രം കോട്ട് ചെയ്ത് നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷമാണ് സെക്കൻഡ് ഐസിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച സമയത്ത് ബാക്കി രണ്ടാമത്തെ കേക്ക് കൂടെ ചെയ്തു. അതിൻ്റെ ഡിസൈൻസ് ഞാൻ പിന്നെ കാണിക്കാം കേട്ടോ. അപ്പം ഉള്ളിലെ ഫില്ലിങ്സ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമും ചോക്ലേറ്റ് ഗനാഷ് ഫുള്ളായിട്ടും ഉള്ളിൽ കൊടുത്തു. അതിനുശേഷം നട്ട്സും അത് ഓരോ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യപ്രകാരം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതെന്താ ഞാനിങ്ങനെ പാച്ച് വർക്ക് ചെയ്യുന്നതെന്ന് ചിന്തിക്കണ്ട. ചെറുതായിട്ട് കേക്ക് ബൾജ് ചെയ്ത് പുറത്തോട്ടുണ്ടായിരുന്നു. അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം എടുത്തിട്ടാണ് അതിന് ഫുള്ളായിട്ട് ക്രീം കൊടുത്തിട്ടുള്ളത്. അതായത് ഞാൻ ഫ്രീസറിൽ എടുത്തതിന് ശേഷമാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. ആദ്യം ഞാൻ അത് പിന്നെ ചെയ്യാമെന്ന് വെച്ച് ഞാൻ വെച്ചു. കാരണം അത് നല്ലതാണ്. നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടാണ് എക്സ്ട്രാ പുറത്തോട്ടേക്ക് ബൾജ് ചെയ്ത് നിൽക്കുന്ന സ്പഞ്ചിനെ കട്ട് ചെയ്യുന്നതെങ്കിൽ നല്ല ഈസി ആയിട്ട് ബിഗിനേഴ്സിന് പോലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാതെ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്തെടുക്കാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ ഐസിങ് സമയത്തും ചെയ്യാറുണ്ട്, അല്ലാത്ത സമയത്തും ചെയ്യാറുണ്ട്. എളുപ്പം നമ്മൾ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയ കേക്കിന് ക്രം കോട്ടിൻ്റെ ആ ഒരു ലെവല് പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്നുണ്ട് കട്ട് ചെയ്ത് കളയാം കേട്ടോ. പിന്നെ ഈ ഒരു കേക്കിൽ ഫോട്ടോ പ്രിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഓഫ് വൈറ്റ് ആയിട്ടുള്ള ആ ഒരു കളേഴ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ ചെറിയൊരു ഹാഫ് ഡ്രോപ്പ് ആ ഒരു ലെവലിൽ യെല്ലോ കളർ കൊടുത്തിട്ട് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് കൊടുത്തു. സൈഡിലും മുകളിലും ഒക്കെ ക്രീം നന്നായിട്ട് കൊടുത്തതിന് ശേഷം സ്ക്രീപ്പ് ചെയ്തു. ആദ്യം ഞാൻ ഓർമ്മയില്ലാതെ ചെറിയ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ മുകൾ ഭാഗത്ത് പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുത്തിട്ടാ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ഞാൻ ചിന്തിച്ചേ ഇതെന്തിനാ ഈ ഒരു ഡിസൈൻ ഞാൻ കൊടുത്തേ, ഈ ഒരു ഡിസൈൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ സ്ക്രീപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനിത് ചിന്തിക്കുന്നുണ്ടായിട്ടില്ല. എല്ലാം കൂടെ ചെയ്ത് ഷാർപ്പ് എഡ്ജ് ലാസ്റ്റ് ചെയ്തതാ 1,500 സംതിങ് ഉണ്ട്. പിന്നെ ഞാനത് ഫുൾ സ്ക്രീപ്പ് ചെയ്ത് കളഞ്ഞ് ഷാർപ്പ് എഡ്ജ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കാൻ വെച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ ഫോണ്ടൻ്റ് ഡിസൈൻസ് ഒരു കേക്കിലാണെങ്കിൽ നമുക്ക് ഒരു പേര് മതി. ഇതിപ്പോൾ നമുക്ക് 2 കേക്കില്ലേ, അപ്പോൾ 2 കേക്കിനും 2 തരത്തിൽ തന്നെ പേര് എഴുതാനുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫോണ്ടൻ്റ് കട്ടേഴ്സ് വെച്ചിട്ടാണ് ഒരു കേക്കിന് ബ്ലൂ ആയിട്ടും ഒരു കേക്കിന് വൈറ്റ് ആയിട്ടും ആണ് നമ്മൾ ഈ ഒരു പേര് കൊടുക്കുന്നത്. അപ്പോൾ ഫോണ്ടൻ്റിൽ എങ്ങനെയാണ് പേരെഴുതുക, എങ്ങനെയാണ് ഈ പ്രസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ഒരുപാട് വീഡിയോസിൽ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഫോണ്ടൻ്റ് നെയിം കട്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ബാക്കിൽ നിന്ന് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ എക്സ്ട്രാ അതിൻ്റെ സെൻറ്ററിലൊക്കെ ഉള്ള ഫോണ്ടൻറ്റിനെ ഒന്ന് തോണ്ടി കളഞ്ഞാൽ മതി. ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് എടുത്ത് കളഞ്ഞാൽ മതി. പിന്നെ നമ്മൾ ഈ ഒരു ഫോട്ടോ പ്രിൻറ്റും കാര്യങ്ങളൊക്കെയാണ് 2 കേക്കിലായിട്ടും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോട്ടോ പ്രിൻറ്റ് നമ്മൾ A4 ഷീറ്റിൽ നമ്മൾ കേക്ക് ഷോപ്പിലേക്ക് പറഞ്ഞു കൊടുത്തിട്ട് സൈസിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പല തരത്തിലുള്ളത് ചെയ്യാൻ പറ്റും.
ഞാൻ 2 കേക്കിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ചെയ്തിട്ടുള്ളത്. ഇത് അല്ലാതെ വേറൊരു കേക്കിൻ്റെതും കൂടി ഉണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മൾ ഇതുപോലത്തെ ക്ലൗഡ്സ്, സ്റ്റാർസ്, ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് 1-2 ഫോട്ടോസേ വേണ്ടൂ എന്നുണ്ടെങ്കിൽ അതിനെ ഫുൾ കവർ ചെയ്തിട്ട് ആ ഒരു A4 ഷീറ്റിനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്ന രീതിയിൽ വേറെ ഏതെങ്കിലും ഫോട്ടോസ് നമുക്ക് കേക്കിൽ യൂസ് ആവുന്ന ഏതെങ്കിലും ഫോട്ടോസൊക്കെ കൊടുത്തിട്ട് ആ ഒരു പേജ് ഫുൾ കവർ ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറയാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടമാണ്. ഈ ഒരു പ്രിൻറ്റിനെല്ലാം എത്രയാ പൈസ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. 50 രൂപ, 55 രൂപ അങ്ങനെയൊക്കെയാണ് പല ഷോപ്പിലായിട്ട് വരുന്നത്. എനിക്കിതിപ്പോൾ 50 രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ചില സ്ഥലത്ത് 45 രൂപയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പേപ്പേഴ്സാണ്. പിന്നെ നമ്മൾ മാക്സിമം വൈറ്റ് പോർഷൻസ് പെടാത്ത രീതിയിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നാറുള്ളത് കേട്ടോ. ഭയങ്കര ടൈം കൺസ്യൂം ആവുന്നത് ഈ ഒരു കട്ടിങ്ങിലാണ്. കാരണം കുത്തിയിരുന്ന് മെനക്കെട്ട് ഇതൊക്കെ കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ കേക്ക് ഇതിനേക്കാളും 2-3 സമയം ഉണ്ടാക്കിയെടുക്കാൻ തോന്നും കേട്ടോ. അത് ഭയങ്കര മടി പിടിക്കുന്ന കാര്യമാണ്. എങ്കിലും നല്ല ആവേശത്തോടെ ചെയ്തെടുക്കും കേട്ടോ. കാരണം നമുക്ക് അതിൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് കാണുന്ന സമയത്ത് ഒരു പ്രത്യേക രസമല്ലേ. പിന്നെ കുറേ ദിവസം ഞാൻ വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഗുലറായിട്ട് വീഡിയോസ് ഇടാമെന്ന്. അപ്പോഴേക്ക് എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് നീ കട്ടയും അടക്കിയാടെ വീട്ടിലിരുന്നോ എന്നുള്ള ലെവലിലായിരുന്നു. ഓക്കെ, ഇനിയിപ്പം സൗണ്ടൊക്കെ ശരിയായി വരട്ടെ. എന്നിട്ട് ബാക്കി ഞാൻ ഒരുപാട് വീഡിയോസ് ഇടാം. കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റിംഗ് ഒന്നും പറ്റാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇതൊന്നും ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ റൈറ്റിലോട്ടേക്കും പിന്നെ നമ്മൾ ലെഫ്റ്റിലോട്ടേക്കായിട്ട് തിരിച്ചിട്ടും സ്ക്രീപ്പർ വെച്ചിട്ട് ജസ്റ്റ് ടച്ച് ചെയ്യുന്ന സമയത്ത് മെയിൻ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ലൈൻസിന് കറക്റ്റ് മാച്ചിങ് ആയിരിക്കണം ആ ഒരു ടച്ച് കൊടുക്കേണ്ടത്. കാരണം ഡയമണ്ട് ഷേപ്പിലാണ് നമുക്ക് ഈ ഒരു ഡിസൈനിങ് വരേണ്ടത്, അല്ലാതെ സ്ക്വയർ ഷേപ്പല്ല. അപ്പം ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും ഞാനിവിടെ സ്ക്രീപ്പർ വെച്ചിട്ടാണ് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പാലറ്റ് നൈഫോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ലൈൻസ് വരുന്ന രീതിയിൽ പ്രസ് ചെയ്യുക. ഓവറായിട്ട് പ്രസ് ചെയ്താൽ ക്രംസ് പുറത്തോട്ടേക്ക് വരുന്ന രീതിയിൽ കേക്കിൻ്റെ സ്പഞ്ച് കാണുന്ന രീതി ആവരുത്. അത്യാവശ്യം ഒരുപാട് പ്രസ്സിങ് ആക്കാനും പാടില്ല കേട്ടോ. അപ്പം ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അവർ റോയൽ ബ്ലൂ ആണ് ഡിസൈനിങ് പറഞ്ഞിട്ടുള്ളത്. അതായത് കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. റോയൽ ബ്ലൂ ആണ് അവരുടെ ഡ്രസ്സിൻ്റെ കളർ കോഡ്. അപ്പം ഓഫ് വൈറ്റ് കളറും ആ ഒരു രീതിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡോട്ട്സ് കൊടുത്തത് ഇതിവിടെ ഷുഗർ ബീഡ്സ് പകരം ഞാനിവിടെ റോയൽ ബ്ലൂ തന്നെ ഷുഗർ ബീഡ്സിന് പകരമായിട്ട് ഡോട്ട്സ് കൊടുത്തു. താഴെ ബോർഡറായിട്ടും ഡോട്ട്സ് കൊടുത്തു. അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ ഈ ഒരു രീതിയിലാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഫറൻസ് പിക്ക് കൊടുത്ത സമയത്ത് 2 ടയർ കേക്കും മറ്റുള്ള രീതിയിലാണെങ്കിലും നമ്മൾ അതിനെ 2 ടയറിനെ മാറ്റിയിട്ട് നോർമൽ ലെവലിലോട്ടേക്ക് മാറ്റി. അപ്പം ഓഫ് വൈറ്റ് കളറിന് നമ്മൾ ബ്ലൂ കളർ, അതായത് റോയൽ ബ്ലൂ കളറ് നെയിമും പിന്നെ ബാക്കിയുള്ള അതിന് ഓഫ് വൈറ്റും ആയിട്ടാണ് കൊടുക്കുന്നത്, നേരെ ഓപ്പോസിറ്റ്. പിന്നെ ബോർഡിൽ ഇതുപോലെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. ഒന്നുകിൽ അടിയിൽ ജസ്റ്റ് കുറച്ച് ക്രീം കൊടുക്കുക, ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കുക. എന്നിട്ട് നമ്മൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ആ ബേസിൽ തന്നെ കുറച്ച് വെള്ളം കൊടുത്തിട്ട് അവിടെ ഒട്ടിച്ചാൽ മതി. അപ്പം ഞാൻ ക്രീമാണ് കുറച്ചായിട്ട് അവിടെ ചെയ്ത് കൊടുക്കുന്നത്, എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിയുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. കാരണം നമ്മളിത് ഓൾറെഡി ഡ്രൈ ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ പേരും ഇതൊക്കെ ഞാൻ ഒന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു തെറ്റ് നിങ്ങൾ കാണുന്നുണ്ടോ? അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്താ തെറ്റെന്ന്. അവിടെ ഒരു അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയിട്ടുണ്ട്. മോന് പകരം മോഡായിപ്പോയി. വേഗം ഞാൻ എടുത്ത് മാറ്റി. ഭാഗ്യം കസ്റ്റമർ വരുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ എടുത്ത് മാറ്റി സെറ്റാക്കിയിട്ടാണ്. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ ആ ഒരു ഫോട്ടോ പ്രിൻ്റ് സ്റ്റിക്ക് വെച്ചിട്ട് കുത്തിയിട്ട് നമ്മളത് സെറ്റാക്കി. പിന്നെ ഇതുപോലെ ഗ്ലേസിങ് ടൈപ്പിലുള്ള ഗോൾഡൻ ഗ്ലേസിങ് ടൈപ്പിലുള്ള സ്റ്റിക്ക് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേയുടെ ആനിവേഴ്സറി പല ഇതും. അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു സ്റ്റിക്കർ പറിക്കുന്നത് ചെറിയൊരു പോർഷൻ കാണിച്ച സമയത്ത് അതെന്താ അതിൽ നിന്ന് പറിച്ചെടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്താണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. അതുകൊണ്ടാട്ടോ അത് പറഞ്ഞിട്ടുള്ളത്.
പിന്നെ ഗോൾഡൻ ഇതിന് പകരം വൈറ്റാണ് ഞാൻ ഇവരുടെ ഷുഗർ ബീഡ്സ് വലുതും ചെറുതും ഇട്ട് കൊടുത്തു. പിന്നെ ഗോൾഡൻ കുറച്ചൊരു ചെറിയൊരു ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറിൻ്റെ ഗോൾഡും കൂടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷുഗർ ബീഡ്സ് ആണ്, അത് സ്റ്റാറാണ്. ആ ഒരു രീതിയിലുള്ളതും കൂടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിക്കറും സൈഡിലും മുകളിൽ നമ്പർ 1 ഇഷ്ടപ്പെടുകയാണ്. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.